ഞാൻ അമൽ, 20 വയസ്സുണ്ട്. ഡിഗ്രി പഠനത്തിലാണ്. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും അനുജത്തിയും മാത്രമേ ഉള്ളൂ. അച്ഛൻ വില്ലേജ് ഓഫീസിൽ ക്ലർക്കാണ്. അമ്മ നാട്ടിലെ ഒരു ഷോപ്പിൽ സെയിൽസ് ഗേളായി വർക്ക് ചെയ്യുന്നു. അനുജത്തി അരുണിമ എന്ന അനു, 18 വയസ്സ്, +2 പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. ഫോണിൽ വീഡിയോസ് കണ്ടും ഇതുപോലുള്ള കഥകൾ കേട്ടും അടിച്ചു നടക്കുമായിരുന്നെങ്കിലും വീട്ടിലുള്ളവരോടോ പുറത്തുള്ളവരോടോ ഇതുവരെ ഒരു തരത്തിലുമുള്ള താല്പര്യം തോന്നിയിട്ടില്ല. എന്നാൽ വായ്നോട്ടമുണ്ടായിരുന്നു. ഞാനും എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സുമുണ്ട്, മനുവും അർജുനും. ഞങ്ങൾ 3 പേരും നല്ല കൂട്ടാണ്. നാട്ടിലെ എല്ലാ പെൺപിള്ളേരും സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം വായ നോക്കി നിൽക്കുമായിരുന്നുവെങ്കിലും അതിലെല്ലാത്തിനേക്കാളും ഞാൻ കാണാൻ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള മുഖം അതെൻ്റെ ബിസ്മീത്തയുടേതായിരുന്നു. ബിസ്മീത്ത 21 വയസ്സ്. 2 കൊല്ലം മുമ്പേ എൻ്റെ വീടിൻ്റെ താഴെ കല്യാണം കഴിഞ്ഞ് വന്നതാണ്. അവരുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും നല്ല കൂട്ടാണ്. ഇത്തയെ കൂടാതെ ആ വീട്ടിൽ ഇക്കയുടെ ഉപ്പയും ഉമ്മയും മാത്രമാണുള്ളത്. ഇക്ക ഇപ്പോൾ നാട്ടിലില്ല. കല്യാണം കഴിഞ്ഞ് 1 മാസമായപ്പോൾ പുള്ളി ഗൾഫിൽ പോയി. ഇത്താക്ക് പിടിപ്പത് പണികളാണ് ആ വീട്ടിൽ. ഹസ്ബൻഡിൻ്റെ ഉപ്പ രാവിലെ ആയാൽ കല്ല് ചെത്താൻ പോകും. നാട്ടിലെ അറിയപ്പെടുന്ന കല്ല് ചെത്തുകാരനാണ് ആ മൂപ്പര്. എപ്പോഴും പണിയാ. അതുകൊണ്ട് തന്നെ നല്ല ബോഡിയാണ് മൂപ്പർക്ക്. ഉമ്മയാണേൽ ഒരു പണിയും എടുക്കാതെ എവിടെയെങ്കിലും പരദൂഷണം പറയാനായി ഇറങ്ങിപ്പോവും. കൂട്ടിന് മറ്റ് പരദൂഷണക്കാരും ഉണ്ടാവും. എല്ലാവരും അയൽക്കൂട്ടത്തിലുള്ളവരാ. ഇത്താക്ക് ഇക്കയില്ലാതെ അവിടെ ശരിക്കും ബോർ ലൈഫാണ്. ഇത്ത തന്നെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഞാനും ഇത്തയും ആദ്യം അങ്ങനെ സംസാരമൊന്നുമില്ലായിരുന്നു. പിന്നെ വൈകുന്നേരമായ ഇത്ത ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിവെള്ളം എടുക്കാനായി വരും. ആ സമയത്ത് ഞാനും വീട്ടിൽ തനിച്ചാവും. അപ്പോൾ പിന്നെ രണ്ടാളും കുറച്ചു നേരം നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഇത്ത പോകാറുള്ളൂ. അങ്ങനെയാണ് ഞാനും ഇത്തയും തമ്മിൽ ഫ്രണ്ട്സ് ആയത്. ഇത്ത നല്ല കമ്പനിയാണ്. ഇത്തയുടെ ലുക്കും സംസാരവുമെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു ദിവസം ഇത്ത കുറച്ച് ലേറ്റായി വന്നു. അന്ന് ഇത്ത ആകെ വിയർത്ത് കുടിച്ചിരുന്നു. ഞാൻ അപ്പോൾ ഇത്തയെ കണ്ടതും ചോദിച്ചു, എന്ത് പറ്റി ഇത്ത, ആകെ വിയർത്തിരിക്കുന്നുവല്ലോ? ഓ, ഒന്നുമില്ലടാ, പറമ്പിൽ തേങ്ങിടലായിരുന്നു. അതെല്ലാം പെറുക്കി കൂട്ടിക്കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ഇത്തയെ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ഇത്ത കഞ്ഞിവെള്ളം തറയിൽ നിന്നും എടുക്കുന്നത് ഞാൻ കണ്ടത്. ആ ഒരു സമയത്ത് ഇത്തയുടെ എല്ലാം ഞാൻ കാണുകയും ചെയ്തു. ഇത്രയും നാൾ ഇത്ത കഞ്ഞിവെള്ളം ഒഴിക്കാൻ വന്നിട്ടും ഇതുപോലൊരു സീൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ഇത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞു നിവർന്നു. ഇത്തയെ അപ്പോൾ തന്നെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ ഇത്തയോട് പറഞ്ഞു, ഇത്ത പോകല്ലേ, നന്നായി വിയർത്തിട്ടുണ്ടല്ലോ. എന്തായാലും കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോക്കോ. അവിടെ ചെന്ന് നിങ്ങളുടെ അമ്മായിമ്മ ഇനിയും പണി തരും, റെസ്റ്റ് ഇല്ലാതെ. ഇത് കേട്ടതും ഇത്ത എന്നോട് പറഞ്ഞു, ആ, അവരങ്ങനെ തന്നെയാ. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എന്തായാലും കുറച്ചു നേരം ഇരുന്നേക്കാം. ഇത്ത അങ്ങനെ പറഞ്ഞതും ഞാൻ ഇത്തയോട് പറഞ്ഞു, എന്നാൽ അകത്തേക്ക് കയറിയിരിക്കെ, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. അപ്പോഴേക്കും ഇത്ത ഫാനൊക്കെ കൊണ്ട് ഒന്ന് തണുക്ക്. അയ്യോ, അകത്തേക്ക് കയറുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം, പിന്നെ കുടിക്കാനൊന്നും വേണ്ട, നിനക്കതൊക്കെ ബുദ്ധിമുട്ടാവും, ഇത്ത എന്നോട് പറഞ്ഞു. ഞാനതൊന്നും കേൾക്കാതെ ഇത്താൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ഇത്ത ഇങ്ങോട്ട് ഇരുന്നേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഞാൻ പെട്ടെന്ന് തന്നെ പോയി 2 പേർക്കും കുടിക്കാനുള്ള നാരങ്ങവെള്ളം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. എങ്ങനെയുണ്ട് ഇത്ത, കൊള്ളാവോ? ഞാൻ ചോദിച്ചു. കൊള്ളാം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഏലക്ക കൂടി പൊട്ടിച്ചിട്ടതുകൊണ്ടാ. ഓ, എല്ലാം അറിയാലോ മോന്. പിന്നല്ലാതെ. ഞാൻ ഇത്തയെ നോക്കി. നെറ്റിയിൽ കുറച്ചുകൂടി വിയർപ്പുണ്ട്. ഞാൻ പോയി ഒരു ടവൽ എടുത്തുകൊണ്ട് വന്നു ഇത്തയുടെ കയ്യിൽ കൊടുത്തു. ഇത്ത സ്നേഹത്തോടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി വിയർപ്പൊക്കെ തുടച്ചു. ഇപ്പോഴാണ് ഇത്തയെ കാണാൻ ചന്തമായത്. ഞാൻ ഇത്തയോട് പറഞ്ഞു, ഓ, ഇത്രയും ലുക്കൊക്കെ മതി, ഇവിടെ ഇപ്പോൾ ആരെ കാണിക്കാനാ, ഇത്ത എന്നോട് പറഞ്ഞു. അതെന്താ അങ്ങനെ, ഇക്ക നാട്ടിലില്ലാഞ്ഞിട്ടാണോ? അതിനിപ്പോൾ എന്താ എന്നും പറഞ്ഞ് ഉള്ള സൗന്ദര്യം കാണിക്കാതെ നടക്കാനാണോ? ഇത്താൻ്റെ ഫാൻസിന് ഇത്തന്നെ നല്ല ലുക്കായിട്ട് കാണാനല്ലേ ആഗ്രഹം? അതാരാടാ അതിനെനിക്കിവിടെ ഫാൻസ്? ഞാൻ തന്നെ, അല്ലാണ്ടാരാ? പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒരു ദിവസം പറഞ്ഞിരുന്നു ഇത്താനെ കാണാൻ അനുസത്താരെ പോലെയാണെന്ന്. ഇത് കേട്ടതും ഇത്ത പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കൊള്ളാലോടാ, നീ നിൻ്റെ ഫ്രണ്ട്സും. അതുപോട്ടെ, അതിൽ നിൻ്റെ ഫ്രണ്ട്സ് എപ്പോഴാണ് എന്നെ കണ്ടേ?
ഞാൻ വന്നിട്ട് ഇതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ. അതിത്താടെ ഫോട്ടോസാണ് അവരെൻ്റെ ഫോണിൽ കണ്ടത്. അതിന് നിനക്കവിടെ നിന്ന് എൻ്റെ ഫോട്ടോസ്? അതിത്ത ഒരു ദിവസം എൻ്റെ കസിൻ്റെ വീട്ടിൽ കല്യാണത്തിന് വന്നപ്പോൾ അന്ന് സാരിയിൽ ഇത്തയെ കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പോൾ ക്യാമറ എടുക്കുന്ന എൻ്റെ ഫ്രണ്ടായിരുന്നു. അവനെ കൊണ്ട് ഇത്ത അറിയാതെ ഇത്തയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അതാ അവന്മാർ കണ്ടേ. ഇത് കേട്ടതും ഇത്ത കുറച്ച് ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞു, എടാ നീ ഇത്രക്കാരനായിരുന്നോ? ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചേ. ഷേ, എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെയാണോടാ എൻ്റെ ഫോട്ടോസ് എടുക്കുന്നത്? എന്നിട്ട് ഫ്രണ്ട്സിനെയും കാണിച്ചു. അയ്യോ ഇത്ത, ഞാൻ തെറ്റായി ചിന്തയിലൊന്നും എടുത്തതല്ല. അന്ന് ഇത്താനെ ആ സാരിയിൽ കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു. അതാ ഫോട്ടോസ് എടുത്തേ. ഇത്താനെ അത് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ത എങ്ങനെ എടുക്കുമെന്ന പേടിയായിരുന്നു. ആ പോട്ടെ, എന്തായാലും ആ ഫോട്ടോസ് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ ഫോൺ എടുത്തു. അന്നെടുത്ത ഇത്തയുടെ ഫോട്ടോസ് ഇത്തയ്ക്ക് കാണിച്ചു കൊടുത്തു. ഫോട്ടോസ് കണ്ടതും ഇത്ത എന്നോട് പറഞ്ഞു, കൊള്ളാലോടെ നിൻ്റെ ഫോട്ടോസ്. പക്ഷേ ഇതൊന്നും ഇനി ആരെയും കാണിക്കല്ലേ. എൻ്റെ ഇക്ക അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഇല്ലിത്ത, ഞാൻ ആരെയും കാണിക്കില്ല. പിന്നെ അവന്മാർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച ഫയൽ കയറി നോക്കിയപ്പോൾ കണ്ടതാ. ആ, എന്തായാലും അവരൊക്കെ എന്നെ നോക്കി ഓരോ കമൻ്റ് അടിച്ച് കാണില്ലേ? അത് മോശമല്ലേടാ? ഇത്ത എന്നോട് കുറച്ച് സങ്കടത്തിൽ പറഞ്ഞു. ഓ, അതിനെന്താ, അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പാവങ്ങളാ, ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. ഇനി വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത്താക്ക് അവരെ. ആ ശരി ശരി, ഞാൻ പോട്ടെ. ഇല്ലെങ്കിൽ ഉമ്മ എന്നെ തിരഞ്ഞ് ഇങ്ങോട്ട് വരും. എടാ, ഞാൻ ഇറങ്ങാട്ടോ. പിന്നെ ആ ഫോട്ടോസ് വേറെ ആർക്കും ഷെയറൊന്നും ചെയ്യല്ലേട്ടോ. ഇക്ക പിന്നെ എന്നെ അവിടെ വെച്ചേക്കില്ല. ഇത് കേട്ടതും ഒരു കള്ളച്ചിരിയോടെ ഞാൻ ഇത്തയോട് പറഞ്ഞു, അതിനെന്താ ഇത്ത, ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സായിട്ടില്ലേ ഇത്താക്ക്? ഇത്ത ഇങ്ങോട്ട് പോര്. അയ്യടാ, ഞാൻ പോവുക എന്നും പറഞ്ഞ് ഇത്ത കഞ്ഞിവെള്ളവും എടുത്ത് വീട്ടിലേക്ക് പോയി. ഞാൻ ഇത്താക്ക് ഫോട്ടോസ് കാണിച്ചു കൊടുത്ത കാര്യം എൻ്റെ ഫ്രണ്ട്സിനെ 2 ആളെയും വിളിച്ചു പറഞ്ഞു. അവർക്ക് 2 ആൾക്കും ഇത്താടെ പിക്ക് കണ്ടപ്പോൾ തന്നെ ആവേശമാണ് ഇത്താനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വരാം, അപ്പോൾ പരിചയപ്പെട്ടാലോ ഇത്താനെ എന്ന്. ഞാൻ ഓക്കെയും പറഞ്ഞു. അതിനിടയ്ക്ക് ഇത്തയുമായി ഞാൻ കൂടുതൽ സംസാരിച്ചെടുക്കാൻ തുടങ്ങി. എന്നും ഇത്തയെ പറ്റിയും ഇത്തയുടെ ലുക്കും ഡ്രസ്സുമെല്ലാം ഞങ്ങളുടെ സംസാര വിഷയമായി. ഇതോടെ ലുക്കിനെ പുകഴ്ത്തി പറയുന്ന ഇത്തക്ക് നല്ല ഇഷ്ടമായി. ഒരു ദിവസം ഇത്തയോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഇത്ത, എൻ്റെ ഫ്രണ്ട്സ് സൺഡേ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവർക്കൊരു പൂതി. എന്താടാ നിനക്കൊരു കള്ളലക്ഷണം? എന്ത് പൂതിയാ അവർക്ക്? അത് ഇത്ത അന്നവർ വരുമ്പോൾ തട്ടമിടാതെ ഒന്ന് വരുമോ എന്ന്. എടാ ചെക്ക, എൻ്റെ സംസാരമൊക്കെ ഇച്ചിരി കൂടി വരുന്നുണ്ട്. നീയും നിൻ്റെ ഒരു ഫ്രണ്ട്സും ആരെങ്കിലും കണ്ടാൽ നിനക്കൊന്നുമില്ല, എനിക്കല്ലേ എല്ലാം പോകൂ. ഇത്ത അത് പറഞ്ഞു കഴിഞ്ഞതും ഞാൻ ഇത്തയോട് ചോദിച്ചു, അപ്പോൾ ആരെങ്കിലും അറിഞ്ഞാലാണ് പ്രശ്നമല്ലേ? ഇത്തക്ക് കുഴപ്പമൊന്നുമില്ല? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. തട്ടമിടാതെയൊന്നും വരാൻ ഒക്കൂല ചെക്ക, ഉമ്മ കണ്ടാൽ പ്രശ്നമാകും. അതിന് അവർ ഈ സൺഡേ ആണ് വരുന്നത്. അന്നിവിടെ അമ്മായിയമ്മയും കൂട്ടി എൻ്റെ അമ്മ കോഴിക്കോട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുവെന്ന് എൻ്റെ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞല്ലോ. നിങ്ങളത് അറിഞ്ഞില്ലേ? ഇല്ലടാ, ഞാൻ എങ്ങനെ അറിയാനാ? ഉമ്മ എന്നോട് വല്ലതും പറയാൻ വാ തുറക്കുന്നുണ്ടെങ്കിൽ അത് പണിയെടുക്കാൻ പറയാനാ. എന്നാ അറിഞ്ഞോ, അന്ന് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇങ്ങടെ പേടി പോയോ? എന്നാലും ആരെങ്കിലും കണ്ടാൽ ഉമ്മയോട് പറയില്ലേ? നിങ്ങൾ 3 ആൺകുട്ടികളും ഞാനും, അതാ ഒരു പേടി. ഇത്ത ഇങ്ങനെ പറഞ്ഞതും ഞാൻ ഇത്തയോട്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്, അത്ര പേടിയാണെങ്കിൽ നിങ്ങൾ തട്ടമിട്ട് ഇങ്ങ് പോര്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അവർക്ക് തട്ടമൂരി ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു സംശയം, എന്തിനാ എൻ്റെ ചങ്ങായിമാർക്ക് എന്നെ തട്ടമില്ലാതെ കാണാൻ ഒരു പൂതി? എന്തേലും ഉടായിപ്പാണോ? അയ്യോ, അതൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? ഞങ്ങളുടെ ക്ലാസ്സിൽ ഗേൾസ് ഇടയ്ക്ക് തട്ടമൂരുമ്പോൾ അവരെ കാണാറുണ്ട്. നല്ല ഭംഗിയാ. അതുപോലെ ഇത്രയും ലുക്കുള്ള എൻ്റെ ഇത്തക്കുട്ടിയുടെ തട്ടമൂരിയാൽ അതൊരു ലുക്കാകുമെന്ന് ഞാൻ അവന്മാരോടൊന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവന്മാർക്കൊരു പൂതി. ആ, അത് പറ, ചുമ്മാതല്ല, നീ ഒപ്പിച്ച പണിയാണല്ലേ ഇത്. എന്തിനാടാ ഇല്ലാത്ത ഓരോന്നുണ്ടാക്കി പറഞ്ഞ് ആ പാവങ്ങളെ പറ്റിക്കുന്നേ? ഇല്ലാത്തതൊന്നും അല്ല, സത്യം തന്നെയാ. ഇത്ത തട്ടമൂരിയാൽ ഇനിയും ലുക്കാവും എന്നെനിക്ക് ഉറപ്പാ. അതെന്താണ് നിനക്ക് ഇത്രയും ഉറപ്പ്?
അതൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു. വേണമെങ്കിൽ ഇത്ത ഇപ്പോഴൊന്ന് ഊരിക്കാണിക്ക്, ഞാൻ പറയാം ഇത്ത സൂപ്പറാണോ അല്ലേ എന്ന്. അയ്യടാ, ആരെങ്കിലും കണ്ടാൽ തീർന്നു. നിന്റെ ഫ്രണ്ട്സിനെ തന്നെ കാണിക്കണോ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നേ. അയ്യോ ഇത്ത ചതിക്കല്ലേ, അവരെ കാണിച്ചില്ലെങ്കിൽ പിന്നെ അവരെന്നെ വെച്ചേക്കില്ല. ഇത്തയും ഞാനും നല്ല കമ്പനിയാണ്. ഞാൻ പറഞ്ഞാൽ ഇത്ത എന്തും കേൾക്കുമെന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞു വെച്ചേക്കുന്നേ. ആര് പറഞ്ഞു മോനോട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒപ്പിക്കാൻ? അത് പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉറപ്പിൽ പറഞ്ഞതല്ലേ. അതുമല്ല, നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു പേടി. ആ പേടി മാറാനാ ഞാൻ പറഞ്ഞ് ഇപ്പോഴൊന്ന് ഊരി കാണിക്കെന്ന്. അപ്പോൾ ഇങ്ങക്കല്ലേ മടി? ഇത് കേട്ടതും ഇത്ത എന്നോട്, നിനക്കങ്ങ് പറഞ്ഞാൽ മതി. എനിക്കാകെ ടെൻഷൻ പോലെയാ. ഇവിടെ പുറത്തിങ്ങനെ നിന്ന് തട്ടമൂരുന്ന റോഡിലൂടെ പോകുന്ന ആരെങ്കിലും കണ്ടാലോ? അതാണോ ഇത്തയുടെ പ്രശ്നം? നിങ്ങളൊരു കാര്യം ചെയ്, കഞ്ഞിവെള്ളത്തിൻ്റെ പാത്രവും എടുത്ത് അടുക്കള ഭാഗത്തേക്ക് വാ. എന്നിട്ട് അതിലൂടെ അടുക്കളയിൽ കയറ്. അടുക്കളയിൽ കയറാനോ? എന്തിന്? ആരും കാണാതെ ഇരിക്കാൻ. ഇങ്ങളിങ്ങ് വാന്നേ. നിൽക്ക്. ഇത്ത നേരെ അടുക്കള ഭാഗത്തേക്ക് വന്ന് ഉള്ളിലേക്ക് കയറി. ഞങ്ങളുടെ അടുക്കളയിൽ നിന്നും പുറത്തുനിന്ന് വരുന്നവർക്ക് ഉള്ളിലേക്ക് അത്ര കാഴ്ചയില്ല. പിന്നെ വീടിൻ്റെ പുറകുവശത്തൂടെ വഴിയൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് ഇത്തയുടെ വീട്ടുകാരും ഇത്തയും വരുന്ന വഴിയാ. അതുകൊണ്ട് പേടിക്കണ്ട. ഇത്ത അടുക്കളയിൽ കയറി വന്നു. ഇത്ത അന്നൊരു പിങ്ക് ചുരിദാറും വെള്ള തട്ടവുമായിരുന്നു. ഞാൻ എന്നിട്ട് ഇത്തയോട് ചോദിച്ചു, ഇപ്പോൾ ഇങ്ങടെ പേടി മാറിയോ? ഇവിടെ നിന്ന് എന്തായാലും ആരും നിങ്ങളെ കാണാൻ പോകുന്നില്ല. പേടിയില്ലാതില്ല, എന്നാലും ഓക്കെ. നീ എൻ്റെ അനിയനെ പോലെയല്ലേ, നിനക്ക് കാണുന്നതിലെന്താ? ഇത്ത കൈയെടുത്ത് തട്ടം താഴ്ത്താൻ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞു. ഇത്ത ഇപ്പോൾ ഊരല്ലേ, എന്തായാലും ഇവിടെ ഇപ്പോൾ ആരും വരാൻ പോകുന്നില്ല. അപ്പോൾ എനിക്കൊരു പൂതി. ഇനി എന്താടാ എൻ്റെ പൂതി? ഇത്താൻ്റെ ആ തട്ടം ഞാൻ ഊരാം. ഇത്ത കണ്ണൊന്നുരുട്ടി എന്നെ നോക്കി. ഡാ, അങ്ങനെയൊന്നും പാടില്ല. ഞാൻ ജസ്റ്റ് എന്നെ കാണിച്ചു തരാം. അല്ലിത്ത പ്ലീസ്, ഇങ്ങളെ മേത്ത് പോലും ഞാൻ തൊടില്ല. ജസ്റ്റ് ആ തട്ടം താഴ്ത്തി നോക്കുന്നതേ ഉള്ളൂ. എന്നാലും അത് വേണോടാ? എൻ്റെ ഇക്കല്ലാതെ ആരും എന്നെ അങ്ങനെ. അതിനിപ്പോൾ എന്താ, ഞാൻ ഇങ്ങടെ അനുജനല്ലേ. അതൊക്കെ തന്നെ, എന്നാലും ഒരെന്നാലുമില്ല. ഞാൻ പയ്യെ താഴ്ത്താം. ഞാൻ ഇത്താൻ്റെ അടുത്ത് ചെന്നു. ഇത്ത ആകെ ടെൻഷനുള്ള പോലെ എന്നെ ഒന്ന് നോക്കി. ഇത്ത കണ്ണടച്ച് നിൽക്കുമായിരുന്നു. ഞാൻ ഇത്താൻ്റെ കണ്ണിൽ തന്നെ നോക്കി. ഇത്താൻ്റെ തട്ടമൊന്ന് പിടിച്ച് പയ്യെ അത് ഊരിയെടുത്തു. ഇത്ത കണ്ണ് തുറന്നപ്പോൾ തട്ടം മൊത്തത്തിൽ തന്നെ ഊരിയെടുത്തിരുന്നു ഞാൻ. ഇത്ത കരുതിയത് ഞാൻ തലയിൽ നിന്നും അത് താഴ്ത്തുക മാത്രം ചെയ്യുള്ളൂ എന്നാണ്. ഞാൻ ഇത്തയും ഒന്ന് നോക്കി. ആ കഴുത്തിറങ്ങിയ ചുരിദാറിൽ ഇത്തയുടെ നെഞ്ചെല്ലാം എനിക്ക് കാണാമായിരുന്നു. ഇത്ത എൻ്റെ കയ്യിലേക്ക് നോക്കി. നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഊരിയെടുത്തോ? അപ്പോഴേക്കും അതിങ്ങ് തന്നേ. ഞാൻ പക്ഷേ ആ തട്ടം കൊടുത്തില്ല. അതെടുത്ത് ഞാനൊന്ന് മണത്ത് നോക്കി. ഇത്തയുടെ വിയർപ്പിൻ്റെ മണം അതെന്നെ കൂടുതൽ മത്ത് പിടിപ്പിച്ചു. ഡാ ചെക്ക, നീ എന്തായി കാണിക്കുന്നേ? ഇത്തയുടെ വിയർപ്പിന് വരെ നല്ല സുഗന്ധമാണ്. ഡാ മതി എന്നെ സോപ്പിട്ടത്. നീ അതിങ്ങ് തന്നേ, ഞാൻ പോട്ടെ. ഉമ്മ ഇപ്പോൾ ഉറക്കം എഴുന്നേൽക്കും. അപ്പോഴേക്കും ഞാൻ അവിടെ എത്തണം. നിങ്ങളിപ്പോൾ തന്നെ പോവുകയാണോ? എന്നാ നിൽക്ക്, ഞാൻ ഊരിയ ഷോളല്ലേ, ഞാൻ തന്നെ ഇട്ടു തരാം. അയ്യോ അതൊന്നും വേണ്ട, നീ അതിങ്ങ് താ, ഞാൻ തന്നെ ഇട്ടോളാം. അത് വേണ്ട, നിങ്ങളിങ്ങ് അടുത്തേക്ക് വാ, ഞാൻ ഇട്ട് തരാം. ഇത്ത അടുത്തേക്ക് വന്നു. ഞാൻ നേരത്തെ നോക്കിയ പോലെ ഇത്തയുടെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. ഇത്തക്ക് കൂടുതൽ നേരം നോക്കാൻ പറ്റിയില്ല. ഞാൻ ഇത്തയുടെ 2 ഷോൾഡറിലും കൈവച്ച് പറഞ്ഞു, സ്റ്റഡിയായി നിൽക്കിത്ത. ഇത്ത ഒരു പൂച്ചകുഞ്ഞെ പോലെ അനുസരണയോടെ നിന്നു. ഞാൻ തട്ടം ഇത്തയുടെ കഴുത്തിലൂടെ ഇട്ടു. എൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുപ്പിച്ചു. ഇത്തയുടെ ശ്വാസം ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് പതിക്കുന്ന അത്രയും ദൂരത്തിൽ ഇത്ത ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. ഒട്ടും വൈകാതെ തന്നെ എൻ്റെ ചുണ്ടുകളെ ഞാൻ ഇത്തയുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ഇത്ത ഒട്ടും മടി കൂടാതെ അത് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു. കണ്ണുകൾ തുറന്നു വെച്ച് എന്നെ നോക്കിക്കൊണ്ടായിരുന്നത് കൊണ്ട് പൂർണ്ണ സമ്മതത്തോടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്താക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണെന്ന് തോന്നുന്നു. ഒന്നിനും എതിർക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടും അതിനൊരു തരി എതിർപ്പ് പോലും ഇത്ത പ്രകടിപ്പിക്കുന്നില്ല. പെട്ടെന്നായിരുന്നു ഇത്തയുടെ ഉമ്മ അവരുടെ വീട്ടിൽ നിന്നും ഉറക്കെ ബിസ്മി മോളെ എന്ന് വിളിക്കുന്നത് കേട്ടത്. അത് കേട്ടതും ഇത്ത പെട്ടെന്ന് തന്നെ നീട്ടി എന്നെ ഒന്ന് തള്ളി. ഇത്ത തട്ടമെല്ലാം നേരെയാക്കി ഇവിടെ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ ഉമ്മ, ഞാൻ ഇതാ വരുന്നു. ഇത്ത പെട്ടെന്ന് തന്നെ പോകാൻ റെഡിയായി. ഇത്ത പോകാൻ നേരം എന്നെ നോക്കി, ഡാ
ഞാൻ പോയി. അതും പറഞ്ഞ് ഇത്ത പോയി. ഞാൻ ആകെ നിരാശനും അതേസമയം ആ തള്ളയെ ഓർത്ത് ദേഷ്യപ്പെടുകയും ചെയ്തു. നേരെ റൂമിൽ കയറി ബെഡിൽ കിടന്നിട്ട് ഇപ്പോൾ നടന്നത് ഒന്ന് ആലോചിച്ചു. എന്താ ഇപ്പോൾ ഉണ്ടായേ? എന്തിനാ ഇത്ത എന്നെ അങ്ങനെ? ഇത്തക്കപ്പോൾ ആദ്യമേ എന്നോട് താല്പര്യമുണ്ടായിരുന്നു. ഷേ, അതറിയാതെ കുറേ ഡേയ്സ് വെറുതെ കളഞ്ഞു. ഇനിയിപ്പോൾ എന്നാണാവോ ഇതുപോലെയൊന്ന്? അങ്ങനെ ഓരോന്ന് ചിന്തകളായി മനസ്സൊക്കെ. അന്ന് രാത്രി ഉറക്കം വന്നതേയില്ല. ആകെ കൺഫ്യൂഷനായി. ഇതിനെപ്പറ്റി എൻ്റെ ഫ്രണ്ട്സിനോട് പറയണോ വേണ്ടയോ എന്ന്. അവസാനം ഉറക്കം വരാതായപ്പോൾ സമയം പോലും നോക്കിയില്ല. ഞാൻ അവരെ വിളിച്ചു. നടന്ന കാര്യമെല്ലാം പറഞ്ഞു. കോൺഫറൻസ് കോളായിരുന്നു. ഇത് കേട്ടതും അർജുൻ, കൊള്ളാലോടോ മോനെ, ഞാൻ ആ ഫോട്ടോസ് കണ്ടപ്പോൾ നിന്നോട് പറഞ്ഞതല്ലേ ഇത്താക്ക് നല്ല മൂത്ത് നിൽക്കുകയാണെന്ന്. ഇത് കേട്ടിട്ട് മനുവും പറഞ്ഞു, അതെ ഞാനും പറഞ്ഞതാ നിന്നോട്. അപ്പോൾ നീ പറഞ്ഞു ഇത്ത വെറും പാവമാ, പതിവ്രതയായെന്നൊക്കെ. വീണ്ടും അർജുൻ പറഞ്ഞു, എന്തായാലും നീയൊന്ന് വളച്ചത് നന്നായി. ഇനിയിപ്പോൾ ചെയ്തില്ലായിരുന്നെങ്കിലും ഞങ്ങൾ ഞായറാഴ്ച വന്നിട്ട് ചെയ്യണമെന്ന് കരുതിയതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ. ഇതിപ്പോൾ നീ തന്നെ എല്ലാം സെറ്റാക്കിയത് സ്ഥിതിക്ക് ഇനിയിപ്പോൾ നേരെ വന്ന് അങ്ങ് കളിച്ചു തുടങ്ങിയാൽ മതിയല്ലോ. ഡാ, നീ എന്തൊക്കെയാ പറയണേ? നേരെ കയറി കളിക്കാനോ? ഇത് നിൻ്റെ വല്യമ്മയുടെ മകളിൽ കളിച്ച പോലെയല്ല മോനെ. ഇത്ത മാരീഡാണ്, പോരാത്തതിന് മുസ്ലിമും. ഞാൻ രണ്ടുപേരോടുമായി പറഞ്ഞു. ഇത് കേട്ടതും അർജുൻ, അതിനെന്താടാ, മാരേജ് കഴിഞ്ഞത് കൊണ്ടല്ലേ അവൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞ്. മാരേജ് കഴിഞ്ഞവളല്ലേ ഇന്ന് തന്നെ അങ്ങനെയൊക്കെ ചെയ്തത്, പിന്നെ എന്താ പ്രശ്നം? പക്ഷേ അതുപോലെ അല്ലല്ലോ നമ്മൾ 3 പേരും എന്നൊക്കെ പറയുമ്പോൾ. നിങ്ങൾ ഇതുവരെ ഒന്നും നേരിൽ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഒന്ന് ഊഹിച്ചതേ ഉള്ളൂ. ഇത്ത ബാക്കി ചെയ്യാൻ സമ്മതിക്കുമോ ആവോ? എടാ പൊട്ടാ, അതിതുവരെ നിനക്ക് മനസ്സിലായില്ലേ? ഒന്നും പറയാതെ നിനക്ക് കട്ടയ്ക്ക് ഇത്രയും സഹകരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ, അത് ശരിയാ. നിങ്ങൾ എന്തായാലും ഞായറാഴ്ച വാ, നമുക്കൊരു തഞ്ചത്തിലെല്ലാം സെറ്റാക്കാം. അല്ലാതെ എൻ്റെ പേരും പറഞ്ഞ് നേരെ കയറി കളിക്കാൻ നിൽക്കല്ലേ. ഇത്ത നോ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇത്തയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ആ, അത് ശരിയാ. നമ്മൾ അവളെ ആദ്യമൊന്ന് മൂപ്പിക്കണം, എന്നിട്ട് സെറ്റാക്കാം. എങ്കിലേ എനിക്കൊരു ത്രില്ലുള്ളൂ. എന്നാൽ ശരി മച്ചന്മാരെ, സൺഡേ വാ. മനുവും അർജുനും ഓക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. കോൾ വെച്ചപ്പോൾ തൊട്ട് ഞാൻ കൂടുതൽ ത്രില്ലാവുകയാണ് ഉണ്ടായത്. എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കണം. ദാ ഇപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇത്തയെ ട്രൈ ചെയ്യാൻ പോകുന്നു. ഇത്ത ഞങ്ങളോട് പൂർണ്ണമായും സഹകരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇത്ത വീട്ടിൽ വന്നെങ്കിലും എന്നോട് കൂടുതലൊന്നും സംസാരിച്ചില്ല. ചുമ്മാ നോക്കി ചിരിച്ചിട്ട് കഞ്ഞിവെള്ളവും എടുത്തുകൊണ്ട് ഇത്ത പോയി. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. ഇത്ത ആദ്യം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോട്ടെ, എന്നാലേ ഇത്തയുടെ നാണം മാറും. അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം കഞ്ഞിവെള്ളം എടുക്കാൻ വന്നപ്പോൾ ഞാനൊന്നും മറഞ്ഞു നിന്നു. ഇത്ത വെള്ളമെടുത്തിട്ട് ജനലിലൂടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനില്ലെന്ന് കരുതി നിരാശയോടെ നിന്നപ്പോൾ ഞാൻ വാതിൽ തുറന്ന് മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ഇത്തയോട് ചോദിച്ചു, എന്താ ഇത്ത, വന്നാലൊന്ന് കോളിംഗ് ബെല്ല് അടിച്ചൂടെ? അതോ ഇനി എന്നോട് മിണ്ടില്ലെന്നാണോ തീരുമാനം? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? ഞാൻ എന്തിനാ നിന്നോട് മിണ്ടാതിരിക്കുന്നേ? അല്ല, 2 ദിവസമായിട്ട് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഒന്നും മിണ്ടാതെയാണല്ലോ പോകുന്നേ. ഇത്തേക്ക് ഇപ്പോഴും അന്ന് നടന്നതിൻ്റെ നാണം മാറിയിട്ടില്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ, എന്തോ ഒരു മടി പോലെ തോന്നി. ഇപ്പോഴെല്ലാം പോയി. എന്നാലേ നാളെ വരുമ്പോൾ ഇതിലും ഉഷാറായിട്ട് വാ. അവർ 2 നാളെ വരും. ആര്? ഏത് 2? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത്ത, എൻ്റെ ഫ്രണ്ട്സ് 2 പേരുടെ കാര്യം. അവർ ഇത്താനെ പരിചയപ്പെടാൻ സൺഡേ വരുമെന്നൊക്കെ. ഇത്തയുടെ മുഖം കണ്ടാൽ അറിയാം ഇത്ത കാര്യം മറന്നിട്ടില്ല എന്ന്. ആടാ, അവർ നാളെ എപ്പോൾ എത്തും? ഞാൻ വൈകുന്നേരം കഞ്ഞിവെള്ളം എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ വന്നാൽ പോരെ? അയ്യോ, അത് പറ്റില്ല. ഇത്ത കുറച്ച് നേരത്തെ വാ. അവർ രാവിലെ വരും. കുറച്ചു നേരം നിന്നിട്ട് ഇത്ത പൊക്കോ. ആ, എന്നാൽ ഓക്കെ, ഞാൻ വരാം. നിങ്ങൾ 3 ആണുങ്ങൾ മാത്രമുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം നിൽക്കുന്നത് ശരിയാവില്ല, അതാ. അതൊന്നും കുഴപ്പമില്ല ഇത്ത. ഇവിടെ ഇപ്പോൾ ആര് കാണാനാ? ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടിൽ അന്നത്തെ പോലെ ഇത്ത അടുക്കള വഴി കയറിയാൽ മതി. ഇത്താക്കത് കേട്ടപ്പോൾ ചെറിയ നാണം വന്നു. ശരി, എന്നാൽ ഞാൻ പോട്ടെ. ഇത്ത പോകല്ലേ. അടുക്കള വഴി വന്നാൽ അന്നത്തെ പോലെ ഒന്നുകൂടി തരുമോ? എന്ത് തരാൻ? അതൊന്നും ഇപ്പോൾ പറ്റില്ല. ഉമ്മ കാത്തു നിൽക്കുക എന്നെ. പിന്നീടാവട്ടെ. ശരി, എന്നാ ഇത്ത പൊക്കോ. ഞാൻ അറിയാതെ ചോദിച്ചതാ. ഇത്ത അത് വിട്ടേക്ക്. നാളെ വരില്ലേ രാവിലെ? വരാടാ, ഞാൻ മറക്കില്ല. ഇത്ത ഒന്നും തരാതെ പോയെങ്കിലും ഞാൻ ഹാപ്പിയാണ്.
ഇത്തയെ നാളെ അവന്മാർ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്യും. രാത്രി ഫുള്ളും ഇത്തയെ പറ്റിയായിരുന്നു എൻ്റെ മനസ്സിൽ. നാളെ ഇനി എന്തൊക്കെ നടക്കും എന്ന് ആലോചിച്ചാലോചിച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ നേരം പുലർന്നു. പതിവിലും സന്തോഷത്തോടെ എന്തോ നേടാനുള്ള ഒരു പടയാളി പോലെ എൻ്റെ മനസ്സ് കിടന്ന് സന്തോഷിച്ചു. പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ അർജുനെയും മനുവിനെയും വിളിച്ചു. അമ്മ പോയാൽ ഉടനെ തന്നെ വിളിക്കാം, അതിനുശേഷം വന്നാൽ മതി എന്ന് അവന്മാരോട് പറഞ്ഞു. ഞാൻ കോൾ കട്ടാക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ പോയി. കൂടെ ഇത്തയുടെ ഉമ്മയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ലേറ്റാകും എന്ന് പറഞ്ഞാൽ പോയത്. അവർ പോയ ഉടനെ തന്നെ ഞാൻ അവന്മാരെ വിളിച്ചു വരാൻ പറഞ്ഞു. എന്നിട്ട് ഇത്ത വരുന്ന വഴിയിലേക്ക് നോക്കി നിന്നു. അവന്മാർ വന്നു. എവിടെ, അവൾ എത്തിയോ? നിന്റെ അമ്മ പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനെയും കൂട്ടി പറന്നിങ്ങ് പോന്നു. അർജുൻ എന്നോട് പറഞ്ഞു. ഡാ, ആക്രാന്തമൊന്നും കാണിക്കല്ലേ. നമ്മൾ 3 പേർക്കും ഇത്ത സഹകരിക്കുമോ എന്നെനിക്കറിയില്ല. ആദ്യം അതൊക്കെ മനസ്സിലാക്കണം, എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കാം, ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ പഴയ കുറേ കളികളുടെ കഥകൾ പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. എന്നത്തേക്കാളും കുറച്ച് ഭംഗിയായി തന്നെ ഇത്ത അപ്പോൾ തന്നെ അവിടെ എത്തി. ഇത്ത ഒരു ചുവന്ന ചുരിദാറിൽ നന്നായി ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടാണ് വന്നേ. ഇത്ത എന്നെ നോക്കി ചിരിച്ചുകൊണ്ട്. ഞാൻ കുറച്ച് വൈകിയല്ലേ, വീട്ടിൽ കുറച്ച് പണി തീർക്കാനുണ്ടായിരുന്നു, അതാ. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഇത്ത വന്നല്ലോ, കയറ്, അവന്മാർ അകത്തുണ്ട്. അയ്യോ, ഞാൻ അകത്തേക്ക് കയറണോ? ആരെങ്കിലും കണ്ടാലോ? അവരോട് സിറ്റ് ഔട്ടിൽ വരാൻ പറ, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ ഇത്ത, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇങ്ങോട്ട് കയറിക്കേ എന്നും പറഞ്ഞ് ഞാൻ ഇത്തയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. ഡാ, നീ കൈ വിട്ടേ, ഞാൻ കയറിക്കോളാം. ഓ, ഇപ്പോൾ കൈ പിടിച്ചതാണോ കുഴപ്പം? അന്ന് പിടിക്കാൻ പാടില്ലാത്തൊക്കെ പിടിച്ചപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. ഡാ, പയ്യെ പറ, നിന്റെ ഫ്രണ്ട്സില്ലേ അകത്ത്, അവർ കേൾക്കും. അതൊന്നും കേൾക്കില്ല, ഇത്തേങ്ങു വാ. ഞാൻ ഇത്തേയും കൂട്ടി നേരെ ഹോളിലേക്ക് വന്നു. അവരവിടെ ചുമ്മാ ഫോണിൽ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോഴാ ഇത്തേനെ കണ്ട പാടെ തന്നെ എഴുന്നേറ്റ് നിന്ന് മര്യാദയൊക്കെ കാണിച്ചു. രണ്ടാളും അപ്പോൾ തന്നെ ഇത്തയെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തു. ഞാൻ ഇത്താക്ക് രണ്ടാളെയും പരിചയപ്പെടുത്തി കൊടുത്തു. അവരും ഇത്താക്ക് ഷെയ്ക്കാനൊക്കെ കൊടുത്തു. ഇത്തയെ പരിചയമായി. രണ്ടാളും ഇത്തയുടെ കൈ നന്നായി തടകി വിട്ടു. കുറച്ചു കഴിഞ്ഞ് ഇത്ത സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു. ഡാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ? അയ്യോ ഇത്ത, പോകല്ലേ, കുറച്ചു നേരം ഇരുന്നിട്ട് പോകാം. അവരും ഇത്തയെ നിർബന്ധിച്ചു. ഇത്തയുടെ കയ്യിൽ പിടിച്ച് സോഫയിലിരുത്തി ഇത്തയുടെ കൂടെ ഇരുന്നു. ഇത്തക്ക് ചെറിയ ടെൻഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അതങ്ങ് മാറി തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് അർജുൻ ഇത്തയോട് പറഞ്ഞു. ഇത്ത, ഈ ഡ്രസ്സിൽ സൂപ്പർ ലുക്കാണ് കേട്ടോ. ഇപ്പോൾ കണ്ട ശരിക്കും സിനിമാ നടി അനുസിത്താരയെ പോലെയുണ്ട്. ഇത് കേട്ടതും മനുവും പറഞ്ഞു. ആ, അത് ശരിയാ, എനിക്കും തോന്നി. ഇത്താക്ക് അതൊരു അഭിമാനമായി തോന്നി. ഇത്ത ചുമ്മാ ചിരിക്കുക മാത്രം ചെയ്തു. ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോയി. 4 ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് വന്നു. അതിൽ ഇത്തയുടെ ജ്യൂസ് മാത്രം കുറച്ച് സ്പെഷ്യലായിരുന്നു. ഇത്തയെ മൂടാക്കാനുള്ള ഒരു മരുന്ന് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്പെഷ്യൽ ജ്യൂസ് ഇത്തക്കും കൊടുത്തു. ബാക്കി 3 ജ്യൂസും ഞങ്ങളും കുടിക്കാനിരുന്നു. ജ്യൂസ് കുടിക്കുന്ന മുമ്പ് ഞാൻ ഇത്തയോട് ഒരു കാര്യം പറഞ്ഞു. ഇത്തയ്ക്ക് വേണ്ടി സ്പെഷ്യലായി ഇവന്മാർ ഉണ്ടാക്കിയ ജ്യൂസാണിത്. അത് ഇത്തയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ആ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇവന്മാർ നല്ല പിള്ളേരല്ലേ, ഇത്ത എന്നോട് പറഞ്ഞു. ആ, എന്നാൽ അവർക്കൊരാഗ്രഹമുണ്ട്. ഇത്ത ജ്യൂസ് കുടിക്കും മുമ്പ് അത് സാധിച്ചു കൊടുക്കണം. എന്താഗ്രഹം? ഇത്ത എന്നോട് സംശയത്തോടെ ചോദിച്ചു. ഞാൻ മുന്നേ ഇത്തയോട് പറഞ്ഞതല്ലേ, അന്ന് ഇത്തയുടെ തട്ടമിടാതെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന്. ഇത്ത ആകെ പെട്ടു. അവർ രണ്ടുപേരുമാണെ ഇക്കായെ നോക്കി ചേർന്ന് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പറ്റില്ലെന്ന് പറയാനും വയ്യ. അവസാനം മനസ്സില്ലാ മനസ്സോടെ ഇത്ത ഞങ്ങൾക്ക് വേണ്ടി തട്ടമൂരി കയ്യിൽ പിടിച്ചു. ആ ഡ്രസ്സിൽ ഇത്തയെ തട്ടം കൂടിയില്ലാതെ ഒന്ന് കാണണം. അപ്പോൾ തന്നെ 3 ആളുടെയും ആൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ഇത്താക്കത് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സിപ്പ് എടുത്ത ശേഷം ബാക്കി ഒറ്റ വലിക്ക് ഇത്ത കുടിച്ചു തീർത്തു. എങ്ങനെയുണ്ട് ഇത്ത, ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇത്തയോട് ചോദിച്ചു. ആ, കൊള്ളാം, നിന്റെ ഫ്രണ്ട്സ് സൂപ്പറാണടാ. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അത് പിന്നെ ഇത്താക്ക് വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ, എങ്ങനെ നന്നാകാതിരിക്കുക? ഇത്താക്ക് അവരെ 2 ആളെയും നന്നായി പറ്റിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? അർജുൻ ചോദിച്ചു. ഞാനും മനുവും ഓക്കെ പറഞ്ഞു. അയ്യോ, അത് വേണ്ട, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. ഇപ്പോൾ തന്നെ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ.
പെട്ടെന്ന് തന്നെ പോണം, ഇത്ത എന്നോട് പറഞ്ഞു. ഇത്താടെ സംസാരം കുറച്ച് കുഴയുന്ന പോലെയായി. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബാക്കി, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.